ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പം ഞാനിന്നിപ്പോൾ ഒരു വെണ്ടയ്ക്ക കൊണ്ടൊരു എന്താ പറയുക, മപ്പാസ് എന്ന് പറയാം, അല്ലെങ്കിൽ വെണ്ടയ്ക്ക റോസ്റ്റ് എന്നൊക്കെ പറയാത്തതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് നമ്മൾ ആസ്വദിച്ച് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. മാത്രമല്ല അത് വായിൽ വയ്ക്കാൻ കൊള്ളുമില്ല. നമ്മൾ ആസ്വദിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ആസ്വദിച്ചാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ പാചകമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് പിന്നെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എൻ്റെ പാചകം. ഞാൻ ഉണ്ടാക്കണം കാണണല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ആസ്വദിച്ച് വേണം നമ്മൾ പാചകം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. വെണ്ടയ്ക്ക റോസ്റ്റ് ഞാനെടുത്ത സംഭവങ്ങളാണ് ഇത്. ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അതായത് തേങ്ങയൊക്കെ കൂടി അരച്ച് വെച്ചതാണ്. അതിന് ഇത് തണുപ്പ് പോവാത്ത കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഗരം മസാലപ്പൊടി ഉണ്ട്, പെരുംജീരകപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സവാള, ഒരു 2 സവാളയും കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. മെയിൻ വേണ്ടത് വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് നല്ല എരിവുള്ളതാണ് ഒന്ന്, പിന്നെ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ടല്ലോ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം വഴുതനങ്ങ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. വെണ്ടയ്ക്ക കൊണ്ട് മാത്രം ചെയ്യാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അയണിൻ്റെ പാനാണ്. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം തന്നെ വെണ്ടയ്ക്ക വറുത്തെടുക്കണം. വെളിച്ചെണ്ണ ചൂടായി ഞാൻ വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം പച്ചക്കായി പറഞ്ഞുതരാം. വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെണ്ടയ്ക്ക ഇതിലേക്ക് മാറ്റി കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിന് നല്ല ബ്രൗൺ കളറാവണം. നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, വളരെ കുറച്ച്. കാരണം മറ്റേതിലൊക്കെ നമ്മൾ ഉപ്പിട്ട് ഇടുന്നുണ്ട്. വെണ്ടയ്ക്കയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ശകലം ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഉപ്പ് കൂടാതിരിക്കാൻ നിങ്ങൾ നോക്കണം. വെണ്ടയ്ക്ക് ഒരുവിധം ബ്രൗൺ കളറായി, ഒന്നുകൂടെ ആവാനുണ്ട്. ഇതിന് ഞാൻ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൽ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകുണ്ട്, അതും ഇട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളി അധികം ഇഷ്ടമില്ലാത്ത കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇടാം. അതാ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. എനിക്ക് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതായത് നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം കേട്ടോ. ഇത് അയണിൻ്റെ ആയാലും ചിലപ്പോൾ കളർ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഞാനിത് ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി. വെണ്ടയ്ക്ക ഇതിലുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഇടാം കേട്ടോ. ഇവിടെ മല്ലിയില ഇല്ല, ഞാൻ ശ്രീലങ്കൻ മല്ലിയില ഉണ്ട് ഇവിടെ, അത് ഇട്ടിട്ടുണ്ട് ഞാൻ. അത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് പറയാൻ മറന്നുപോയതാണ്. അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അധികം തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാം തിളച്ച് എല്ലാം റെഡി ആയതാണ്. എന്നാലും വേണമെങ്കിൽ ഒന്ന് ഞാൻ ഇത് ഈ പാത്രമായി കാരണം അധികം ചൂട് പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്ന് ഈ നേരത്തെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക പാൽ കറി അല്ലെങ്കിൽ റോസ്റ്റ്, എന്ത് വേണമെങ്കിലും പേരിടാം കേട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നിങ്ങൾക്ക് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ പറയും വേണ്ട,
പിന്നെ തേങ്ങാപ്പാലിൽ വേണമെങ്കിൽ കാഷ്യൂ അരച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും. അല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ, പറയാൻ പറ്റില്ല. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണേ. Thanks for watching video. Thank you so much. Take care. Bye. Be positive.